വമ്പൻ നീക്കവുമായി ഇന്ത്യൻ നാവികസേന പുതിയ ചുവടുകൾ വയ്ക്കുകയാണ്. അന്തർവാഹിനികൾക്കായുള്ള 60,000 കോടി രൂപയുടെ ടെൻഡറിൽ ഇന്ത്യൻ നാവികസേന പരീക്ഷണം ആരംഭിച്ചു എന്ന വിവരം പുറത്തുവരികയാണ്. ഇന്ത്യൻ നാവികസേന പരമ്പരാഗത അന്തർവാഹിനി കപ്പലുകളുടെ നവീകരണത്തിനായിട്ട് വമ്പൻ പദ്ധതികളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതിൽ തന്നെ 60,000 കോടി രൂപയുടെ ടെൻഡറിൽ രാജ്യത്ത് അത്യാധുനിക 6 അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള പരീക്ഷണങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ കപ്പൽശാലകളായ മസ്ഗാവ് ഡോക്യാർഡ്സ് ലിമിറ്റഡ്, ലാസൻ ആൻഡ് ടുബ്രോ എന്നിവയ്ക്ക് വിദേശ വെണ്ടർമാരുടെ പങ്കാളിത്തത്തോടെ 6 അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിന് ടെൻഡർ നൽകിയിട്ടുണ്ട്. മെഗാ ടെൻഡറിനായി ജർമ്മൻ സ്ഥാപനം ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കപ്പൽശാലയായ MDL-യുമായി പങ്കാളികളാകുന്നു എന്ന വിവരവുമുണ്ട്. 60% തദ്ദേശീയമായി ഉള്ളടക്കമുള്ള ടെൻഡറിലെ പ്രധാന പങ്കാളിയാണ് MDL. ടെൻഡറിൽ ഇന്ത്യൻ നാവികസേന നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകത AIP സാങ്കേതികവിദ്യയാണ്. കാരണം ഇത് കൂടുതൽ കാലം വെള്ളത്തിനടിയിൽ തുടരാനുള്ള കഴിവ് നൽകുമെന്നും പറയുന്നുണ്ട്. ഈ AIP സാങ്കേതിക വിദ്യ അന്തർവാഹിനികളെ അന്തരീക്ഷ വായു ഉപയോഗിക്കാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അനുവദിക്കുന്ന ഒരു പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയാണ്. പാകിസ്ഥാൻ നാവികസേനയുടെ ഭൂരിഭാഗം അന്തർവാഹിനികളിലും ഈ AIP സജ്ജീകരിച്ചിരിക്കുന്നു എന്നതും എടുത്തു പറയണം. പാകിസ്ഥാൻ നാവികസേനയുടെ ഫ്രഞ്ച് വിതരണം ചെയ്ത അഗോസ്റ്റ 90B 2000 മുതൽ AIP ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്പാനിഷ് സ്ഥാപനം ഇന്ത്യൻ ടീമിനായിട്ട് സ്പാനിഷ് നേവി സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അധികൃതർ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ P-75 അന്തർവാഹിനി പ്രോഗ്രാമിനായി സ്പെയിനിലെ നവന്റിയയും ലാസൻ ആൻഡ് ടുബ്രോയും ഒരു ടീമിംഗ് കരാറിൽ ഒപ്പുവച്ചിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. രാജ്യത്തെ നിലവിലുള്ള പരമ്പരാഗത അന്തർവാഹിനി കപ്പൽ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ നാവികസേന ഈ പറഞ്ഞ 60,000 കോടി രൂപയുടെ ടെൻഡർ നൽകിയത്. ശത്രുരാജ്യങ്ങൾ ആവനാഴിയിൽ ആയുധങ്ങൾ വാരിക്കൂട്ടുമ്പോൾ അല്ലെങ്കിൽ അത്യാധുനിക സൗകര്യങ്ങൾ, സാങ്കേതിക വിദ്യകളൊക്കെ സമന്വയിപ്പിക്കുമ്പോൾ ഇന്ത്യ ഒട്ടും പിന്നിലാവാൻ പാടില്ല എന്നത് അടിവരയിട്ട് പറയണം. ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ പറഞ്ഞ P-75 പ്രോഗ്രാം എന്ന് വിളിക്കപ്പെടുന്ന പ്രോജക്ട് 75 എന്നതിനെ പറ്റിയാണ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളുടെ ആസൂത്രിത സംഭരണം ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയവുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സൈനിക ഏറ്റെടുക്കൽ സംരംഭമാണ് ഈ പറഞ്ഞ P-75. ദിനം പ്രതി പുത്തൻ മാറ്റങ്ങളാണ് ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാവികസേനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഇന്ത്യയുടെ കരുത്ത് കൂടുതൽ കൂട്ടാൻ സാധിക്കൂ എന്നതും എടുത്തു പറയണം. പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ ഗവേഷണത്തിനും നവീകരണത്തിനും വികസനത്തിനുമുള്ള സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഫണ്ടുകൾ വർദ്ധിപ്പിക്കുന്നതും ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. പ്രതിരോധ വ്യവസായത്തിന്റെ ദീർഘകാല ആവശ്യം നിറവേറ്റുന്നതിനായിട്ട് പ്രതിരോധ മന്ത്രാലയം നിർണായകമായ ചുവടുവയ്പ്പുകളാണ് ഓരോ ദിവസവും നടത്തുന്നത്. 2023-24 സാമ്പത്തിക വർഷം മുതൽ 3 വർഷത്തേക്ക് 750 കോടി രൂപയുടെ ഫണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയണം. മറ്റ് സ്റ്റാർട്ടപ്പുകളെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് ഇന്ത്യൻ നാവികസേന എന്ന് നാവികസേനാ മേധാവി പറഞ്ഞത് വെറുതെയല്ല. സമുദ്രപ്രദേശത്തെ സുരക്ഷയും അതേപോലെ സ്ഥിരതയും നിലനിർത്തുക എന്നതാണ് നാവികസേനയുടെ പ്രധാന ഉത്തരവാദിത്തം. അത് സംരക്ഷിക്കാൻ ഇന്ത്യയും പ്രതിജ്ഞാബദ്ധമാണ്. സമുദ്രമേഖലയിലെ വലിയ ശക്തി ആയതുകൊണ്ട് തന്നെ വലിയ ഉത്തരവാദിത്തമാണ് ഇന്ത്യക്കുള്ളത് എന്നത് അടിവരയിട്ട് പറയണം. ഒന്നുറപ്പാണ്, ഇന്ത്യൻ നാവികസേന വമ്പൻ മാറ്റങ്ങൾക്ക് പിന്നാലെയാണ്. 2047ഓടെ ഇന്ത്യൻ നാവികസേന പൂർണ്ണമായിട്ടും ആത്മനിർഭർ, അതായത് സ്വയം പര്യാപ്തമായി മാറുമെന്നാണ് അഡ്മിറൽ R. ഹരികുമാർ പറഞ്ഞത്. എല്ലാ കപ്പലുകളും അന്തർവാഹിനികളും വിമാനങ്ങളും ആയുധ സംവിധാനങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടണം. അതിന് ഇനി അധികകാലം വേണ്ടിവരില്ല. ഇന്ത്യയുടെ സകല ആയുധ സംവിധാനങ്ങളും സെൻസറുകളും റഡാറുകളും മിസൈൽ ലോഞ്ചറുകളും മിസൈലുകളും ഒക്കെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ കരുത്ത് ലോക ജനതയ്ക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കണമെന്ന വാശിയിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കേന്ദ്രം. ചരിത്രത്തിൽ ഇടം പിടിക്കാൻ കെൽപ്പുള്ള അസൂയാവഹമായ നീക്കങ്ങൾ തന്നെയാണ് ഇന്ത്യ നടത്തുന്നത്. അതിനായുള്ള ഇനിയും പുരോഗതിയിലേക്ക് എത്താനുള്ള അക്ഷീണ പരിശ്രമത്തിൽ തന്നെയാണ് രാജ്യം. ശത്രുവിന് ചിന്തിക്കാൻ പോലും ഇട നൽകാതെ സസൂക്ഷ്മം വലിയ നീക്കങ്ങൾ വെച്ചുകൊണ്ട് ഇന്ത്യ മുന്നേറുകയാണ്. ഓരോ രംഗത്തും മെച്ചപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ് ആ ഒരു പരിഷ്കരണം അല്ലെങ്കിൽ ആ ഒരു കരുത്ത് ഇന്ത്യ നേടിയെടുക്കുന്നത്. ശത്രുരാജ്യങ്ങൾക്കെതിരെ പോരാടാൻ അക്ഷീണ പരിശ്രമത്തിൽ തന്നെയാണ് ഇന്ത്യ.